ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബിലി മന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും സർവശക്തനാം ദൈവം തൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും. നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയൊരു വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരും. നാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവനോട് സഹതാപം കാണിച്ചു, അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം വായിക്കുവാനിടയായത്. ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത് ചോദ്യങ്ങളുടെ ഒരു പുസ്തകമാണ്. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് ചോദ്യം ചോദിക്കുന്നു, സാത്താനോട് ദൈവം ചോദ്യം ചോദിക്കുന്നു, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഇയ്യോബിനോട് ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ചോദ്യം ചോദിക്കുന്നു, ദൈവം ഇറങ്ങി വന്ന് ഇയ്യോബിനോട് ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ചോദ്യങ്ങളുടെ ഒരു കലവറയാണ് ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറയുന്നത്. 38 അധ്യായം ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം മുതൽ നാം വായിക്കുമ്പോൾ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 70-ൽ പരം ചോദ്യങ്ങൾ ദൈവം ഇയ്യോബിനോട് ചോദിച്ചു. ചോദിച്ച ചോദ്യങ്ങൾക്കെന്ന് മറുപടി പറയുവാൻ കഴിയാതെ വായ് പൊത്തി മൗനമായിരുന്ന ഇയ്യോബ് 42 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ അവസാനം വായ് തുറന്ന് ദൈവത്തോട് പറയുന്ന ഉത്തരമുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇയ്യോബ് ദൈവത്തോട് പറയുകയാണ്, നിനക്ക് സകലതും സാധ്യമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു. എന്താ ഇയ്യോബ് പറഞ്ഞതിന്റെ അർത്ഥം? ഇയ്യോബ് പറഞ്ഞതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: ദൈവമേ, എനിക്ക് പരിമിതിയുണ്ട്, എൻ്റെ കൈക്ക് പരിമിതിയുണ്ട്, എൻ്റെ ബന്ധങ്ങൾക്ക് പരിമിതിയുണ്ട്, എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ ദൈവത്തിന് പരിമിതിയില്ല. എൻ്റെ ദൈവത്തിന് പരിമിതി ഇടുവാൻ ആർക്കും കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചന ഇതാണ്: ഒരുപക്ഷെ നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായിരിക്കാം, പക്ഷെ ദൈവാത്മാവ് പറയുകയാണ്, നീ സേവിക്കുന്ന ദൈവത്തിന് പരിമിതിയില്ല. നിനക്ക് പ്രവർത്തിക്കുന്നതിനും ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും എല്ലാ മേഖലകളിലും നിനക്ക് പരിമിതി ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവസന്നിധിയിൽ ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം വിളിച്ചു പറ, എനിക്ക് പരിമിതിയുണ്ട് പിശാചേ, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് പരിമിതിയില്ല. ഒരുപക്ഷെ എനിക്ക് പരിമിതി ഇടാൻ ആർക്കെങ്കിലും ഇവിടെ കഴിഞ്ഞെന്ന് വരാം, പക്ഷെ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് പരിമിതി ഇടാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഉടകമനവ ശമ്പൽ കൗടപതരകച്ചസി. ചില പരിമിതികൾക്കകത്ത് നിന്നെ ഒതുക്കി നിർത്തിയിരിക്കുമ്പോൾ, ചില സാഹചര്യങ്ങൾക്കകത്ത് ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിന്നെ ഒതുക്കി നിർത്തിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നെ നോക്കി വിളിച്ചു പറയാണ്: കുഞ്ഞെ, നിന്റെ പരിമിതികളെ കണ്ട്, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ കണ്ടും നിരാശപ്പെട്ടു പോകണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പരിമിതികളെ പൊട്ടിച്ചുകൊണ്ട് നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുത്ത് ദൈവം നിന്നെ കുറിച്ച് കണ്ടിരിക്കുന്ന ആ സ്വപ്ന പദ്ധതിയിൽ കൊണ്ടെത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നമ്മൾ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വാസത്തോട് പറ, നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ തലമുറകൾക്ക് വേണ്ടി ചെയ്യുന്നതിന് നിനക്ക് പരിമിതി ഉണ്ടായിരിക്കാം. നിന്റെ തലമുറകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് നിനക്ക് പരിമിതി ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, നീ സേവിക്കുന്ന ദൈവത്തിന് പരിമിതിയില്ല. അമർത്തി കുലിക്ക് നല്ലൊരു അംശം തരുവാൻ ആ ദൈവം വിശ്വസ്തനാണ്. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുക. പ്രതികൂലങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, കഷ്ടതകൾ വരട്ടെ, ഒറ്റപ്പെടലുകൾ വരട്ടെ, അതിന്റെ മധ്യത്തിൽ ഒന്ന് പതറിപ്പോകാതെ ഇളകിപ്പോകാതെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്.
വിശ്വസനെന്ന ഉറപ്പും ധൈര്യത്തോടും കൂടി നീ നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ പരിമിതികളില്ലാത്ത നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നു പരിമിതികൾക്കകത്ത് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളെ പൊട്ടിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ കുടുംബത്തിലുള്ളവരെയും പുറത്തെടുത്ത് വാഴ്ത്തത്വം ചെയ്ത മണ്ഡലത്തിൽ കൊണ്ടുപോയി മാനിക്കുവാൻ നിന്നെ അപമാനിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തവരുടെ മധ്യത്തിൽ നിന്റെ തലയുയർത്തി നിർത്തുമാറാക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. വിശ്വാസത്തോടെ പറയേ, എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയേ, ഇന്നത്തെ ദിനം, ഈ മാസം, ഈ വർഷം, വരും നാളുകൾ ഞങ്ങളുടെ കുടുംബം പരിമിതികൾക്കകത്ത് ഒതുങ്ങിയിരിക്കത്തില്ല. കഴിഞ്ഞ നാളുകളിൽ പരിമിതികൾക്കകത്ത് ചില മനുഷ്യരും പൈശാചിക മണ്ഡലങ്ങൾ ഞങ്ങൾ ഒതുക്കിയിരുത്തിയിരുന്നിരിക്കാം. എന്നാൽ ഇനി ഞങ്ങളെ ഒതുക്കിയിരുത്താൻ കഴിയത്തില്ല. കാരണം ഞങ്ങളുടെ ദൈവത്തിന്റെ വാഴ്ത്തത്വങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ സമയമായി. പരിമിതിയുടെ ബന്ധനത്തെ പൊട്ടിച്ച് ദൈവം ഞങ്ങളെ പുറത്തെടുക്കുകയാണ്. ഹല്ലേലൂയ. യോബ് പറയുകയാണ്, ദൈവമേ, നിനക്ക് സകലതും സാധ്യമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു. നാം വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. ഇവിടെ ദൈവം ഇയ്യോബിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തി തൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റി തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി കൊടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പിക്കുക, എന്നും നിങ്ങൾ ഇതേ അവസ്ഥയിൽ മുമ്പോട്ട് പോകത്തില്ല. വാക്ക് പറഞ്ഞ ദൈവം, നിങ്ങളെ വിളിച്ച ദൈവം, നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം, അവൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുമെന്നും നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുമെന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് മടക്കി തരുവാനും നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാനും ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യത്തിന്റെ അകത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാനും ഈ ദൈവം വിശ്വസ്തനാണ്. ഇയ്യോബിനെ മാനിച്ച ദൈവം, ഇതുപോലെ അനേക അഭിഷിക്ത ദാസന്മാരുടെ അവസ്ഥകളെ മാറ്റിയ ദൈവം നിങ്ങളുടെയും അവസ്ഥകളെ മാറ്റുവാൻ വിശ്വസ്തനാണ്. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറിക്കഴിഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചെന്നാണ് 11-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത്. 11-ാമത്തെ വാക്യത്തിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. കണ്ടോ, കഴിഞ്ഞ നാളുകളിൽ പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും തകർച്ചകളിലൂടെയും കടന്നുപോയ സമയത്ത് എവരാരും ഇയ്യോബിന്റെ ഭവനത്തിൽ കടന്നു വന്നില്ല. എവരാരും ഇയ്യോബിന്റെ ഭവനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചില്ല. എവരാരും ഇയ്യോബിന്റെ ഭവനത്തിൽ നിന്നും ദാഹിച്ച ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചില്ല. എവരാരും ഇയ്യോബിന്റെ ഭവനത്തിൽ വന്ന് ബന്ധം പുലർത്തിയില്ല. എന്നാൽ ഇയ്യോബിന്റെ അവസ്ഥ മാറിയെന്നറിഞ്ഞപ്പോൾ സഹോദരന്മാരും സഹോദരിമാരും മുമ്പവന് പരിചയമുള്ളവരൊക്കെയും ഇയ്യോബിനെ തേടി വരാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഇതിൽ നിന്നും പരിശുദ്ധാത്മാവിന് ഇന്ന് പറയുവാനുള്ള ദൈവത്തിന്റെ ദൂതിതാണ്. എന്നും നീ ഒറ്റപ്പെടലിലായിരിക്കത്തില്ല. എന്നും നീ നിന്റെ ഭവനത്തിനകത്ത് ഒറ്റപ്പെട്ട് ബന്ധുക്കളകറ്റി, ചാർച്ചക്കാരറ്റി, സഹോദരങ്ങൾ അകറ്റി, ആരും നിന്നെ കൂടെ നിർത്താതെ, ആരും നിന്നെ കൂടെ ചേർത്ത് പിടിക്കാതെ ഒറ്റപ്പെടുത്തി നിന്നെ ഇടുവാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ അവസ്ഥകളെ മാറ്റി നിന്റെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെ മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. 4 ചുമരുകൾക്കകത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുവാനോ, നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കുടിച്ചോ, നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു, നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു, അതോ മരിച്ചുപോയോ, നിങ്ങളുടെ തലമുറകളുടെ അവസ്ഥ എന്തായി എന്നൊന്നും അന്വേഷിക്കുവാൻ മനസ്സ് വെക്കാതെ പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തി, പലരും നിങ്ങളെ അവഗണിച്ചിട്ടിരിക്കുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങളെ ചേർത്ത് പിടിക്കേണ്ടവർ പോലും ചേർത്ത് പിടിക്കാതെ, നിങ്ങളോട് സഹതാപം കാണിക്കേണ്ടവർ പോലും സഹതാപം കാണിക്കാതെ, നിങ്ങളോട് ആശ്വാസവാക്ക് പറയേണ്ടവർ പോലും ആശ്വാസവാക്ക് പറയാതെ, കൈത്താങ്ങേണ്ടവർ പോലും കൈത്താങ്ങാതെ ഇരിക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എൻ്റെ അവസ്ഥ മാറത്തില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നിരാശപ്പെടണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളതൊക്കെ വിളിച്ചു പറയുകയാണ്. ഇയ്യോബിനെ വേണ്ടെന്ന് വെച്ചവർ, ഇയ്യോബിന്റെ ഭവനവുമായി ബന്ധം വേണ്ടെന്ന് വെച്ചവർ ഇനി ഇയ്യോബിന്റെ ഭവനത്തിൽ കയറി ഒരു നേരത്തെ ആഹാരമോ ഒരു ഗ്ലാസ് പച്ചവെള്ളമോ കുടിക്കത്തില്ലെന്ന് ചിന്തിച്ചവരെ എൻ്റെ ദൈവം ഇയ്യോബിന്റെ ഭവനത്തിനകത്ത് മടക്കി കൊണ്ടുവന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളെ അവഗണിച്ച് മാറ്റി നിർത്തുന്നവരെ നിങ്ങളുടെ
ഭവനത്തിനകത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ മേശയ്ക്ക് ചുറ്റുമിരുന്ന് അവർ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുന്നതും ദിവസങ്ങൾ വിദൂരമല്ല. നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്ത് കയറുന്നില്ലായിരിക്കാം, നിങ്ങളുടെ ഭർത്താവ് ഒരുപക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്ത് കയറുന്നില്ലായിരിക്കാം, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുമായി ബന്ധം പുലർത്തുന്നില്ലായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, അല്ലെങ്കിൽ സമയം വിദൂരമല്ല. നിന്നെ വേണ്ടെന്ന്, നിന്റെ തലമുറകളെ വേണ്ടെന്നും ചിന്തിച്ച് മാറി നിൽക്കുന്നവർ നിന്നെ തേടി വരുന്ന സമയം, നിന്നെ അറിയാവുന്നവരല്ല, മുമ്പ് നിന്നോട് ബന്ധം പുലർത്തിയിരുന്നവരല്ല, നിന്റെ ഭവനത്തിനകത്ത് മടങ്ങി വരുന്ന സമയങ്ങൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ നോക്കി ആലോചന പറയുകയാണ്. ദയനീയമായ നിന്റെ കുടുംബത്തിന്റെ സാഹചര്യം കണ്ടിട്ട് നീയുമായി ബന്ധം പുലർത്തിയിട്ട് ഒരു പ്രയോജനമില്ല. ഇത് തകർന്നു കിടക്കുന്നവരാണ്. ഇവരോട് ബന്ധം പുലർത്തിയിട്ട് എന്താ പ്രയോജനമെന്ന് ചിന്തിച്ച് നല്ല പച്ച കൊമ്പുകളെ തേടി ചിലരെല്ലാം പോയിട്ടുണ്ടായിരിക്കാം. പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നും നിന്റെ അവസ്ഥ ഇങ്ങനെയല്ല, എന്നും നിന്റെ തലമുറയുടെ അവസ്ഥ ഇങ്ങനെയല്ല. നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തിക്കൊണ്ട്, നിന്റെ സ്ഥിതികളെ മാറ്റിക്കൊണ്ട് ദേശത്ത് നിന്നെ മാനിക്കുന്ന സമയം വിദൂരമല്ല. നിന്നെ അവഗണിച്ചവർ, നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞവർ, നിന്നെ വേണ്ടെന്ന് വെച്ചവർ, ഇങ്ങനെ ഒരു ബന്ധം വേണ്ട, ഇങ്ങനെ ഒരു സംബന്ധം വേണ്ട എന്ന് ചിന്തിച്ചവർ നിന്നെ തേടി വരും, നിന്റെ മക്കളെ തേടി വരും, നിന്റെ കുടുംബത്തെ തേടി വരും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവാത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, എന്നും നിന്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കത്തില്ല. ഒറ്റപ്പെടലുകളെ മാറ്റിക്കൊണ്ട് നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവം ഇന്നും ജീവനോടെ ഇരിക്കുന്നു. നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. ദൈവം തന്റെ പ്രവർത്തികളെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. അപ്പോൾ ഇയ്യോബിന്റെ സഹോദരന്മാർ, ഇയ്യോബിന്റെ സഹോദരിമാർ, മുമ്പേ ഇയ്യോബിനെ അറിയാവുന്നവരെല്ലാവരും ഇപ്പോൾ ഇയ്യോബിനെ തേടി ഇയ്യോബിന്റെ ഭവനത്തിനകത്ത് വന്നിരിക്കുക. എപ്പോഴാ? സ്ഥിതി മാറിക്കഴിഞ്ഞപ്പോൾ ഇവർ ഇയ്യോബിന്റെ ഭവനത്തിനകത്ത് വന്നത് വെറും കൈയോടെയല്ല. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവർ ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും അവരുടെ കരങ്ങളിൽ കരുതിയിരുന്നു. ആർക്ക് കൊടുക്കാൻ? ഇയ്യോബിന് കൊടുക്കാൻ. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇയ്യോബിന്റെ സഹോദരന്മാരും ഇയ്യോബിന്റെ സഹോദരിമാരും ഇയ്യോബിന് മുമ്പ് അറിയാവുന്നവരും ഇയ്യോബിനെ കാണുവാൻ ഇയ്യോബിന്റെ ഭവനത്തിൽ വന്നപ്പോൾ അവർ വെറും കൈയോടുകൂടെയല്ല വന്നത്, അവർ സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ള ദൈവത്തിന്റെ ആലോചന ഇതാണ്. നിങ്ങളുടെ ഭവനത്തിൽ ആരൊക്കെയോ പൊന്നാണ്യവും പൊന്മോതിരവും കൊണ്ടുവരുന്നു എന്നല്ല, ഏതെങ്കിലും പോസ്റ്റ്മാൻ മണി ഓർഡറുമായി കടന്നു വരുന്നു എന്നല്ല. ഇവിടത്തെ മനുഷ്യർ നമുക്ക് തന്നാൽ പരിമിതികളുണ്ട്. പക്ഷെ ദൈവാത്മാവിന് പറയുവാനുള്ള ആലോചന ഇതാണ്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളുമായി, നിന്റെ കാത്തിരിപ്പിന്റെ മറുപടികളുമായി സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ അരികിൽ കടന്നു വരുവാൻ പോവുകയാണ്. സെഖരിയാവിന്റെ അരികിൽ സമയമായപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ പ്രാർത്ഥനയുടെ മറുപടികളുമായി കടന്നു വന്നതുപോലെ, അബ്രഹാമിന്റെ ഭവനത്തിൽ സമയമായപ്പോൾ 3 പുരുഷന്മാർ കടന്നു വന്നതുപോലെ, ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദാനിയേലിന്റെ അരികിൽ കടന്നു വന്നതുപോലെ, എന്നെ കേൾക്കുന്ന ദൈവജനത്തെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, ദൈവിക സന്ദർശനം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ സമയമായി. ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥനകളുടെ മറുപടികളുമായി കടന്നു വരുവാൻ സമയമായി. നിനക്ക് വിരോധമായി നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ അദൃശ്യമണ്ഡലങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ വെട്ടുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ സമയമായി. ഉടല മനത ശമ്പൽ കൗടബദരഗച്ചസേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ദൂതനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ബന്ധുക്കൾ വരും, നിന്റെ ചാർച്ചക്കാർ വരും, നിന്റെ ഉറ്റവർ വരും, നിന്റെ ഉടയവർ വരും. പക്ഷെ അതിനെല്ലാം ഉപരിയായി ദൈവാത്മാവിന് നമ്മോട് പറയുവാനുള്ള ദൈവത്തിന്റെ ആലോചന ഇതാണ്. നിനക്ക് സമ്മാനങ്ങളുമായി, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളുമായി, നിന്റെ വാഴ്ത്തത്വത്തിന്റെ നിവർത്തിയുമായി പരിശുദ്ധനാം ദൈവ നിന്റെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് നിന്റെ അരികിൽ കടന്നു വരുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ, നിന്റെ മുമ്പിൽ അടയപ്പെട്ടിരിക്കുന്ന വാതിലുകളെ തുറക്കുവാൻ, ദൈവിക ദർശനങ്ങളെ കൊണ്ട് നിറയ്ക്കുവാൻ, ദൈവിക സ്വപ്നങ്ങളെ കൊണ്ട് നിറയ്ക്കുവാൻ, ദൈവിക സന്ദർശനം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുവാൻ അത് സമയമായെന്ന് പരിശുദ്ധനാം ദൈവം ആലോചന പറയുകയാണ്. വിശ്വസിക്കുന്നവർ അധരങ്ങളെ ചലിപ്പിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയേ, എനിക്ക് വേണ്ടി എന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവത്തിന്റെ ദൂതന്മാരെ എന്റെ ദൈവം എന്റെ ഭവനത്തിലേക്ക് അയക്കുകയാണ്. നാളുകളായി ഞാൻ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ വിടുതലുകളെ എന്റെ കരത്തിൽ തന്ന എന്റെ ദൈവം എന്നെ മാനിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർ അധരങ്ങൾ
കരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് അല്പനിമിഷം അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉടല മനത റെഗല ശമ്പൽ കൗടബദന. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത് വിടുതൽ നടക്കട്ടെ. ദൂതന്മാരുടെ സന്ദർശനങ്ങൾ, ദൈവിക വിടുതലിന്റെ മേഖലകൾ അവർക്ക് വേണ്ടി ഓപ്പൺ ആകട്ടെ. കർത്താവേ, നാളുകളായ കാത്തിരിപ്പിന്, നാളുകളായ പ്രാർത്ഥനയുടെ മറുപടികൾ അവരുടെ കരത്തിൽ പ്രാപിച്ച് സന്തോഷിക്കുക. സ്വർഗം അവിടെ നിന്ന് സഹായിക്കണം. ഇയ്യോബിന്റെ ഭവനത്തിൽ ഇയ്യോബിന്റെ സഹോദരന്മാരും സഹോദരിമാരും ഇയ്യോബിന്റെ സ്നേഹിതന്മാരും കടന്നു വന്നുവെങ്കിൽ ഇന്ന് ദൈവമേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യൻ എന്തെങ്കിലും സഹായവുമായി കടന്നു വരുവാനല്ല. സർവശക്തനാം ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ. അങ്ങയുടെ കരത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമായ നന്മയുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സ്വർഗീയ ദാനങ്ങളും അങ്ങയുടെ കരത്തിലുണ്ടപ്പാ. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ ഭണ്ഡാരത്തിന്റെ കിളിവാതിലുകളെ തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ദൂതിനെ സ്വീകരിച്ചു പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ഇയ്യോബിന്റെ ഭവനത്തിൽ ഇയ്യോബിന്റെ സഹോദരന്മാരും സഹോദരിമാരും മുമ്പ് അവൻ അറിയാവുന്നവരെല്ലാം സമ്മാനങ്ങളുമായി കടന്നു വന്നുവെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ മനുഷ്യരെ പ്രതീക്ഷിക്കേണ്ട. അവർക്ക് പരിമിതികളുണ്ട്. പക്ഷെ പരിമിതികളില്ലാതെ നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ മാനിക്കുവാൻ, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മീതെ വിടുതൽ തരുവാൻ, എന്നേക്കുമായി നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്ദർശനത്തിനായി നാം ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുക. അത് സംഭവിക്കാൻ പോവുകയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ സമ്മാനങ്ങളുമായി കടന്നു വന്നു എന്ന് പറയുന്ന ഒട്ടനവധി സന്ദർഭങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായി കഴിയും. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അതിന്റെ 53 വാക്യം വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം അതിന്റെ 53 വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. കണ്ടോ, ഇവിടെ ഏലിയാസ് റിബേക്കയുടെ ഭവനത്തിൽ വന്ന് നിൽക്കുകയാണ്. റിബേക്കയുടെ ഭവനത്തിൽ വെറും കൈയോടുകൂടെയല്ല വന്ന് നിൽക്കുന്നത്. വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഏലിയാസറിന്റെ കരത്തിൽ സമ്മാനങ്ങളുണ്ട്. എന്തൊക്കെയാണ് സമ്മാനങ്ങൾ? വെള്ളിയാഭരണങ്ങൾ, പൊന്നാഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വിശേഷ വസ്തുക്കൾ. ഇതെല്ലാമായിട്ടാണ് ഏലിയാസ് ഇപ്പോൾ റിബേക്കയുടെ ഭവനത്തിൽ വന്ന് നിൽക്കുന്നത്. ഇതെല്ലാമായിട്ട് എവിടെ നിന്നാണ് ഏലിയാസർ യാത്ര തിരിച്ചത്? ഏലിയാസർ യാത്ര തിരിച്ചത് അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സമ്മാനങ്ങളുമായി ഏലിയാസർ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് യാത്ര തിരിച്ചു എന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിന് വേണ്ടി ഭാര്യ എടുക്കേണ്ടതിന് ഏലിയാസർ അബ്രഹാമുമായി സത്യം ചെയ്ത് പ്രാർത്ഥിച്ച സമ്മാനങ്ങളുമായി അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് യാത്ര തിരിക്കുവാനിടയായി. ഇസ്ഹാക്കിന് ഭാര്യയെ അന്വേഷിച്ചുള്ള ഏലിയാസറിന്റെ അന്വേഷണം വന്ന് അവസാനിച്ചത് റിബേക്കയുടെ ഭവനത്തിന്റെ മുമ്പിലാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഏറിയ നാളുകളായി നിങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ ഭാവി മണ്ഡലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയല്ലേ? പല ആലോചനകൾ കടന്നു വന്നു, പലതും നടന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നു വർഷങ്ങൾ വൈകുകയാണ്, സമയങ്ങൾ താമസിക്കുകയാണെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് തലമുറകളുടെ ഭാവി ജീവിതങ്ങളെ ഓർത്ത്, അവരുടെ വിവാഹ ജീവിതങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ നോക്കി ദൂത് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ നിരാശപ്പെടണ്ട. ചിലർ പ്രാർത്ഥിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭവനത്തിന്റെ മുമ്പിൽ അവരുടെ അന്വേഷണങ്ങൾ വന്ന് അവസാനിക്കാൻ പോവുകയാണ്. എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവഹിത പ്രകാരമായ ഒരു കുഞ്ഞിനെ ദൈവമേ അവിടെ നിന്ന് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചില മാതാപിതാക്കൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണം ചിലരുടെ ഭവനത്തിന്റെ മുമ്പിൽ വന്ന് അവസാനിക്കാൻ പോകുന്നു. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതത്തിലേക്ക് ചിലരെ കൈപിടിച്ച് നടത്തുവാൻ ദൈവത്തിന് സമയമായിട്ടുണ്ട്. മാതാവേ, നിന്റെ കുഞ്ഞിന്റെ സമയം വൈകിട്ടില്ല. അന്വേഷിക്കുന്നവർ നിന്റെ ഭവനത്തിൽ വന്നെത്താൻ പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിച്ചത് അതെല്ലാം മാറിപ്പോയെന്ന് ചിന്തിച്ചു നീ നിരാശപ്പെടണ്ട. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നവരുടെ അന്വേഷണങ്ങൾ നിന്റെ ഭവനത്തിന്റെ മുമ്പിൽ വന്ന് അവസാനിക്കാൻ പോവുകയാണ്. അത് ദൈവം ചെയ്തെടുക്കുവാൻ വിശ്വസിച്ച് 2024 എന്റെ ദൈവം അത് ചെയ്തെടുക്കാൻ പോവുകയാണ്. 23 ആഗ്രഹിച്ചിട്ട് സംഭവിക്കാത്തത് 24 എന്റെ ദൈവം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ പോകുന്നുവെന്ന് പരിശുദ്ധ
പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. റീഖ മനാശ റെബേലി ഹംദൽ കൗഡബദരഗച്ച സിയാരഗ തുലാരഗ പ്രൗഢബദരെ ഏലിയാസർ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഹല്ലേലൂയ റിബേക്കയുടെ ഭവനത്തിന്റെ മുമ്പിൽ വന്ന് നിന്നതുപോലെ ഈ ദിവസങ്ങളിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുടെ അന്വേഷണങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് അവസാനിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആദരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ഈ ദൂതിനെ ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ സമ്മാനങ്ങളുമായി ഇയ്യോബിന്റെ ഭവനത്തിൽ ഇയ്യോബിന്റെ സഹോദരങ്ങളും സ്നേഹിതന്മാരും കടന്നു വന്നു. 2 സമ്മാനങ്ങളുമായി ഏലിയാസർ റിബേക്കയുടെ ഭവനത്തിന്റെ മുമ്പിൽ കടന്നു വരുവാനിടയായി. 3-മതായി നമുക്ക് മറ്റൊരു ഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. യേശുവിന്റെ തിരുപിറവിയെങ്കിൽ ആദ്യം യേശുവിനെ കാണാൻ വന്നത് ഇടയന്മാരാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായി കഴിയും. അവർ എന്തുകൊണ്ടാണ് വന്നത്? സ്വർഗത്തിൽ നിന്ന് ദൂതൻ അവരുടെ അരികിൽ കടന്നു വന്ന് ഒരു ദൂത് അറിയിച്ചു. ആ സ്വർഗീയ ദൂത് കേട്ട ഇടയന്മാർ യാത്ര തിരിച്ച് യേശുവിനെയും അമ്മ മറിയത്തെയും കണ്ട് പോകുന്നതിനന്തരം മറിയോട് സ്വർഗത്തിൽ നിന്നും ദൂതൻ കടന്നു വന്നറിയിച്ച ദൂതിനെ ഇടയന്മാർ പറയുവാനിടയായി. ഇടയന്മാരിൽ നിന്നും കേട്ട സ്വർഗീയ ദൂത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇടയന്മാരിൽ നിന്നും കേട്ട ദൂത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മറിയെയും പൈതൽ യേശുവിനെ കാണാൻ അടുത്തു വരുന്നത് ഒരു ഇടയന്മാരല്ല. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വിദ്വാൻമാർ യേശുവിനെയും മറിയെയും അന്വേഷിച്ച് അവരായിരിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, പൈതലിനെ കുറിച്ചുള്ള ദൂതുകളെ നിങ്ങൾ കേട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയല്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മകനെ കുറിച്ച്, നിങ്ങളുടെ മകളെ കുറിച്ച്, നിങ്ങളുടെ കൊച്ചുമക്കളെ കുറിച്ച് നിങ്ങളോട് അറിയിച്ച ദൈവിക ദൂതില്ലേ? അതിനെ നിങ്ങൾ കേട്ടതിനന്തരം നിങ്ങളുടെ ഹൃദയത്തിൽ അതിനെ സൂക്ഷിച്ചു വെക്കുകയും ദൈവസന്നിധിയിൽ രാവും പകലും നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു വരുന്ന ഒരു വ്യക്തിയല്ലേ? നിങ്ങൾ നോക്കി ദൈവാത്മാവ് പറയുകയാണ്, ചില നാളുകളായി നിന്റെ തലമുറകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി പറഞ്ഞ ദൈവിക ആലോചനകളെ ദൈവസന്നിധിയിൽ എടുത്തു വെച്ച് കോഴി പൊരുതിയിരിക്കുന്നത് പോലെ നിങ്ങൾ ആ വിഷയത്തിന്റെ വിടുതലിന് വേണ്ടി രാവും പകലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം പറയുന്നു, ആ വാഴ്ത്തത്തം നിവർത്തിയുടെ കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് പറയുന്നു, ആ വാഴ്ത്തത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ആ ദൈവിക ആലോചനകൾ നിങ്ങളുടെ കുടുംബത്തിൽ, ആ ദൈവം പറഞ്ഞിരിക്കുന്ന ദൂതുകൾ നിങ്ങളുടെ തലമുറയുടെ മേൽ വെളിപ്പെട്ടു വരാൻ സമയമായി. വാഴ്ത്തത്ത നിവർത്തിയുടെ കാലം ഓപ്പൺ ആകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. നിന്റെ തലമുറ എത്തിക്കുമെന്ന് പറഞ്ഞ മണ്ഡല, നിന്റെ തലമുറയെ മടക്കി തരുമെന്ന് പറഞ്ഞ ആലോചന, നിന്റെ തലമുറയുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ ആലോചന, നിന്റെ തലമുറയുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ ആലോചന, നിങ്ങളെ കുറിച്ച് പറഞ്ഞ ആലോചന, നിങ്ങളുടെ ശാരീരിക സൗഖ്യത്തെ കുറിച്ച് പറഞ്ഞ ആലോചന, നിങ്ങളുടെ ഭവനത്തെ നോക്കി പറഞ്ഞ ആലോചനകൾ, നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന വിഷയത്തിന്റെ വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടാൻ സമയമായി. ദൂത് കേൾക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ ഒരു കാലമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ആകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. അപ്പോൾ ഇടയന്മാരിലൂടെ കേട്ട സ്വർഗീയ ദൂതിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചു വരുന്ന മറിയെയും പൈതലിനെ കാണാൻ അടുത്തൊരു കൂട്ടർ കടന്നു വരികയാണ്. അവരാണ് വിദ്വാൻമാർ. വിദ്വാൻമാർ വെറും കൈയോടുകൂടെ അല്ല വരുന്നത്, അവരുടെ കരത്തിൽ ചില നിക്ഷേപപാത്രങ്ങളുണ്ട്. അവർ കടന്നു വരുന്നത് സമ്മാനങ്ങളുമായാണ്. ആ നിക്ഷേപപാത്രത്തിനകത്ത് എന്താ ഉള്ളത്? പൊന്നുണ്ട്, മൂരുണ്ട്, കുന്തിരിക്കമുണ്ട്. പൊന്നെന്തിനെ കാണിക്കുന്നു? പൊന്ന് കരുതലിനെ കാണിക്കുന്നു. മൂരെന്തിനെ കാണിക്കുന്നു? മൂര്
ഔഷധത്തെ കാണിക്കുന്നു. കുന്തിരിക്കം എന്തിനെ കാണിക്കുന്നു? കുന്തിരിക്കം സൗരഭ്യത്തെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു കുഞ്ഞിനെ കാണാൻ കടന്നു വന്ന വിദ്വാൻമാരുടെ കരത്തിൽ പൈതലിന് ആവശ്യമുള്ളത് കൊടുത്തു വിടുവാനിടയായി. എപ്പോഴാ വിദ്വാൻമാരുടെ യാത്ര തുടങ്ങിയത്? എപ്പോഴാണോ യേശു കുഞ്ഞ് ജനിച്ചു വീണത് ആ സമയത്ത് അവർ യാത്ര ആരംഭിച്ചതാണ്. യേശു ജനിച്ചു വീണപ്പോഴേ ചിലരെ ദൈവം ഒരുക്കിയിട്ട് അവരുടെ കരത്തിൽ ഈ പൈതലിന് ആവശ്യമുള്ളത് അത് കരുതി വിട്ടു എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതല്, നിങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ തലമുറ ജനിച്ചപ്പോഴേ, നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്ന സമയങ്ങളിൽ ഇതൊക്കെ ആവശ്യമാണെന്നറിഞ്ഞ് ദൈവം ചിലരുടെ കരത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൈവം തന്റെ ദൂതന്മാരുടെ കരത്തിൽ കൊടുത്തിട്ടുണ്ട്. ചില മനുഷ്യരെ ദൂതന്മാരാക്കി ദൈവം ചില മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. സമയങ്ങളിൽ നിക്ഷേപ പാത്രത്തിനകത്തിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും. നിങ്ങളുടെ തലമുറയുടെ മുമ്പിൽ തുറക്കപ്പെടും. വിശ്വസിക്കുന്നവർ മാത്രം ഈ ദൂതിനെ ഏറ്റെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ചില നിക്ഷേപ പാത്രങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിന് മുമ്പിൽ എന്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറയുടെ ഭാവി ഓർത്ത് നിങ്ങൾ കരയുകയല്ലേ, പ്രാർത്ഥിക്കുകയല്ലേ? കർത്താവേ, എന്റെ കരത്തിൽ ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, നീ അവിടെ നിന്നൊരു വഴി തുറക്കണമേ, നീ അല്ലാതെ ഞങ്ങൾക്ക് കാര്യമില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ദൈവം പറയുന്നു, ചില വിദ്വാൻമാരുടെ കരത്തിൽ ഞാൻ നിക്ഷേപ പാത്രങ്ങളെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭവനത്തിന്റെ മുമ്പിൽ, അത് നിങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുക സമയമായിട്ടുണ്ട്. നിന്റെ തലമുറയ്ക്ക് ആവശ്യമായ കരുതലുകൾ അതിനകത്തുണ്ട്. നിന്റെ തലമുറയുടെ സൗഖ്യത്തിന് ആവശ്യമായ ഔഷധം അതിനകത്തുണ്ട്. നിന്റെ തലമുറയുടെ ദുർഗന്ധം മാറി സൗരഭ്യം വീശത്തക്ക രീതിയിൽ അവന് ആവശ്യമായ സൗരഭ്യത്തെ ഞാൻ അതിനകത്ത് കരുതിയിട്ടുണ്ട്. എന്റെ ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട്. ചില നിക്ഷേപ പാത്രങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് തുറക്കാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, അധരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നു. ദൈവം ചിലരുടെ കരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചിലത് കൊടുത്തയച്ചിട്ടുണ്ട്. നിക്ഷേപ പാത്രങ്ങളുമായി ചില വിദ്വാൻമാർ നിങ്ങളുടെ ഭവനത്തിന്റെ മുമ്പിൽ കടന്നു വന്നു നിന്ന് നിങ്ങളുടെ ഭവനത്തിനകത്ത് കയറി ആ നിക്ഷേപ പാത്രങ്ങളെ തുറക്കാൻ പോവുകയാണ്. നാളുകളായ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികളെ എന്റെ ദൈവം നിങ്ങളുടെ കരത്തിൽ തരാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരുതലുകൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതിനേക്കാളും അപ്പുറമായ ദൈവിക കരുതലുകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. വിദ്വാൻമാർ ഈ നിക്ഷേപ പാത്രവുമായി യാത്ര തിരിച്ചപ്പോൾ ഇടയ്ക്ക് വെച്ച് അവർ വഴിതെറ്റി ഹെരോദാവിന്റെ കൊട്ടാരത്തിനകത്തേക്ക് കയറുവാനിടയായി. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാ, നിങ്ങളുടെ ഭവനത്തിനകത്ത് പൊട്ടിക്കേണ്ട നിക്ഷേപ പാത്രങ്ങൾ ഹല്ലേലൂയ അത് വഴിതെറ്റി മറ്റൊരു ഭവനത്തിനകത്ത് പോകാൻ പാടില്ല. പിശാച് അതിനെ വഴിതെറ്റിച്ച് വിടാൻ പാടില്ല. മാതാവേ, പിതാവേ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയെ നീ മൂർച്ചയെ കൂട്ടുക. ഈ ദിവസങ്ങളിൽ മുട്ടുമേൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ച് എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത് അത് ഒരിക്കലും പിശാച് തട്ടിമാറ്റി മറ്റൊരു കരത്തിൽ പോയി ചേരുവാൻ അനുവദിക്കരുത്. കർത്താവേ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് തന്നെ ലഭിക്കണം. പത്രോസിന്റെ ചൂണ്ടലിൽ കുരുങ്ങേണ്ട മത്സ്യം പത്രോസിന്റെ ചൂണ്ടലിൽ തന്നെ കുരുങ്ങിയതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ വരട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബലഹീനതകളിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുവാൻ എനിക്ക് വേണ്ടി അങ്ങ് കൊടുത്തു വിട്ടിരിക്കുന്ന ഒരു ഔഷധമുണ്ട്, മൂരുണ്ട്, സൗഖ്യമുണ്ട്. അത് എനിക്ക് തന്നെ ലഭിക്കണം. എനിക്ക് ലഭിക്കേണ്ട സൗഖ്യം എനിക്ക് ലഭിക്കണം. എന്റെ തലമുറയ്ക്ക് ലഭിക്കേണ്ട നന്മകൾ അവർക്ക് ലഭിക്കണം. അവർക്ക് വേണ്ടി തുറക്കപ്പെടേണ്ട വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടണം. അതിനെ വഴിതെറ്റിച്ച് വിടുവാൻ ശ്രമിക്കുന്ന, റൂട്ട് തിരിക്കുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ, പൈശാചിക ശക്തികളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ഹല്ലേലൂയ. അധരങ്ങളെ ചലിപ്പിച്ച് പ്രാർത്ഥിക്കുക, അന്യഭാഷകളെ പ്രാർത്ഥിക്കുക. ഓ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് തുറക്കേണ്ട നിക്ഷേപ പാത്രങ്ങളുണ്ട്.
അത് വഴിമാറിപ്പോകാൻ പാടില്ല. ഒരു കൊട്ടാരത്തിലേക്കും പോകാൻ പാടില്ല. അതൊരു വ്യക്തിയുടെ കരത്തിലേക്കും പോകാൻ പാടില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ ഭവനത്തിൽ തന്നെ വന്ന് തുറക്കപ്പെടണം. യേശുവും അമ്മയായിരിക്കുന്ന മറിയയുടെ ഭവനത്തിൽ വന്ന് തുറക്കാൻ ദൈവം കൊടുത്തുവിട്ട നിക്ഷേപപാത്രത്തെ മറ്റൊരിടത്തും തുറക്കാൻ ദൈവം അനുവദിച്ചില്ല. റൂട്ട് മാറിപ്പോയി, ശരിയാണ്. പക്ഷെ തിരിച്ച കൊട്ടാരത്തിൽ നിന്നും ഇറക്കി യേശുവും മറിയയും ഇരിക്കുന്ന ഭവനത്തിനകത്ത് കൊണ്ടുവന്ന് ആ നിക്ഷേപപാത്രത്തെ തുറന്നുവെങ്കിൽ നിങ്ങൾക്കും വേണ്ടിയും ദൈവം അത്ഭുതം ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി സർവശക്തനാം ദൈവം തുറക്കുവാൻ പോവുകയാണ്. നാം മറ്റൊരു വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഏവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറും സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. കണ്ടോ, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഏവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസിനെ കാണാൻ ഒരു കൂട്ടർ കടന്നു വരികയാണ്. അവരുടെ കരത്തിൽ എന്തോ ഉണ്ട്? പൗലോസിന് കൊടുക്കുവാൻ അവരുടെ കരത്തിൽ സമ്മാനങ്ങളുണ്ട്. ഈ കടന്നു വരുന്നവരാരാണ്? നാം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. പൗലോസിന്റെ കരത്തിൽ ഒരു അണലി ചുറ്റുന്നു. ദേശവാസികൾ അത് കണ്ടത് നിമിത്തം വിളിച്ചു പറയുകയാണ്: യവനൊരു നീചനാണ്. ഇവിടത്തെ നീതി ദേവത യവനെ വിട്ടിട്ടില്ല. നീതി ദേവതയുടെ കോപം യവന്റെ മേൽ വീണിട്ടുണ്ട്. യവനിപ്പോൾ വീർക്കും. യവനിപ്പോൾ ഇവിടെ ചത്തു വീഴുമെന്ന് പറഞ്ഞ് പൗലോസിന്റെ മരണം കാണാൻ കാത്തു നിന്നവരാണ് ഇപ്പോൾ പൗലോസിന്റെ മുമ്പിൽ സമ്മാനങ്ങളുമായി കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്: നിന്റെ മരണത്തെ കാണാൻ ആഗ്രഹിച്ചു നിന്നവർ, നിന്റെ തകർച്ചയെ കാണാൻ ആഗ്രഹിച്ചു നിന്നവർ, നിന്റെ നാശത്തെ കാണാൻ ആഗ്രഹിച്ചു നിന്നവർ, നിന്റെ കുടുംബത്തിന്റെ തകർച്ചയെ കാണാൻ ആഗ്രഹിച്ചു നിന്നവർ, നിന്റെ സഭയുടെ തകർച്ചയെ കാണാൻ ആഗ്രഹിച്ചു നിന്നവർ, നിന്റെ ശുശ്രൂഷയുടെ തകർച്ചയെ കാണാൻ ആഗ്രഹിച്ചു നിന്നവർ, നിന്നെ സ്വീകരിക്കാൻ നിനക്ക് സമ്മാനങ്ങളുമായി കടന്നു വരുന്ന സമയങ്ങൾ വിദൂരമല്ല എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. എവിടെയാണോ നീ ഒരു നീചനാണെന്ന് പറഞ്ഞ് നിന്നെ അവഹേളിച്ചത്, എവിടെയാണോ നീ ഒരു പാപി എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയത്, എവിടെയാണോ നീ മരിച്ചു പോകും, നീ ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞത്, ആ പറഞ്ഞവരുടെ ആദരങ്ങൾ കൊണ്ട് തന്നെ അതിനെ മാറ്റി പറയിപ്പിക്കുക മാത്രമല്ല, അവർ നിന്നെ ആദരിക്കാൻ കടന്നു വരുന്ന സമയങ്ങൾ വിദൂരമല്ല. അവർ നിന്നെ തേടി വരാൻ പോകുന്ന സമയങ്ങൾ വിദൂരമല്ല. ആരാണോ നിന്നെ അകറ്റി നിർത്തിയവർ, അവർ തന്നെ നിന്നെ തേടി വരാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുകയാണ്. ഉടല ഭരത ശമ്പൽ കൗടവ. ഇന്നത്തെ നിന്റെ സാഹചര്യം ഒറ്റപ്പെടലായിരിക്കുക. ഇന്നത്തെ നിന്റെ സാഹചര്യം മറ്റുള്ളവർ നിന്നെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നും നിന്നെ അകറ്റി നിർത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ജ്വലിക്കുമ്പോ, നിന്നിലൂടെ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങുമ്പോ, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവർത്തികൾ നടക്കുന്നത് കാണുമ്പോൾ, ദൈവം അത്ഭുതം ചെയ്യുന്നത് കാണുമ്പോൾ, ജനത്തിന് നിന്നെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഇന്ന് നിന്നെ അകറ്റി നിർത്തിയിരിക്കുന്നവർ, ഇന്ന് നിന്നെ ആക്ഷേപിക്കുന്നവർ, ഇന്ന് നിന്നെ നിന്ദിക്കുന്നവർ, ഇന്ന് നിന്നെ പരിഹസിക്കുന്നവർ, നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ നിന്നെ സ്വീകരിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഇന്നവർ ഒരുപക്ഷെ സ്വീകരിക്കുന്നില്ലായിരിക്കാം, പക്ഷെ ഇനി അവർ നിന്നെ അവഗണിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും അവർക്ക് അവഗണിക്കുവാൻ കഴിയാത്ത രീതിയിൽ എന്റെ ദൈവം നിന്നെ മാനിക്കാൻ, നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കണ്ണുകളടച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന അങ്ങ് അവിടെ നിന്ന് നൽകി തന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. യോബിനെ കാണാൻ യോബിന്റെ സഹോദരന്മാരും സഹോദരിമാരും യോബിന് മുമ്പ് അറിയാവുന്നവരും കടന്നു വന്നപ്പോൾ അവർ സമ്മാനങ്ങളുമായി കടന്നു വന്നു. യോബിന്റെ സ്ഥിതി മാറി. എന്നും ഒറ്റപ്പെട്ട അവസ്ഥയല്ല, ദൈവം അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഒന്നിനു പുറകെ ഒന്നായി ദൈവാത്മാവ് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ആ കേൾക്കപ്പെട്ട വചനത്തിൻ കീഴിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആരെല്ലാം ഈ ദൂതിനെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവോ, പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രിയ അഭിഷിക്ത ദാസന്മാർക്ക് വേണ്ടി, പ്രിയ അഭിഷിക്ത മതികൾക്ക് വേണ്ടി അടിയൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ സ്വർഗം അവിടെ നിന്ന് ചെയ്തു തുടങ്ങിയതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ വിടുതലുകൾ, ദൈവം അവർക്കായി കരുതി വെച്ചിരിക്കുന്ന ദൈവിക നന്മകളെ കരത്തിൽ കൊടുത്ത് സ്വർഗം അവിടെ നിന്ന് മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. തിരക്കേറിയ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോയി പരിശുദ്ധനാം ദൈവം അവിടെ നിന്ന് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങനെ തന്നെ അങ്ങ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്തു എന്ന് കേൾക്കുവാൻ പരിശുദ്ധനാം ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സമസ്ത വിഷയങ്ങളെയും അപ്പച്ചന്റെ പൊന്നുകരത്തിലേക്ക് ഒരിക്കൽ കൂടി താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാചനകളും അപ്പച്ചൻ അവിടെ നിന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.